അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബീ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറയുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഒരാൾ ഓതുകയാണെങ്കിൽ, ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒരു ആയത്താണല്ലോ ആയത്തുൽ കുർസി എന്നുള്ളത്. പല ഘട്ടങ്ങളായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗൗരവം, അതിൻ്റെ ആ ബഹുമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാം ആയത്തുൽ കുർസി പതിവാക്കുകയാണെങ്കിൽ ഈ ശ്രേഷ്ഠതകൾ, വലിയ ബറക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ഹദീസിൽ മുത്തനബി പഠിപ്പിക്കുന്നത് ഫി ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിൻ്റെ പിന്നിൽ ഒരാൾ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ, നിസ്കാരം കഴിഞ്ഞാലുടനെ ചെയ്യുന്ന ദിക്റുകൾക്ക്, ദുആകൾക്ക് വലിയ പ്രത്യേകതകളുണ്ട്. അത് പലപ്പോഴും നാം ഗഫലത്തോടുകൂടെ, അശ്രദ്ധയോടുകൂടെ നാം അത് മറന്നുപോവുകയാണ്. അല്ലെങ്കിൽ പലപ്പോഴും നാം ചെയ്യുന്നു. ഉദാഹരണമായി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ നാം പലപ്പോഴും ചൊല്ലുന്നു. പക്ഷേ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് പലപ്പോഴും നാം ചൊല്ലുന്നില്ല. അതേപോലെ തന്നെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആ, അതിനൊക്കെ വലിയ മഹത്വമുണ്ട്. ഇജാബത്ത് കിട്ടാൻ ഏറ്റവും കാരണമാകുന്നൊരു ദുആ കൂടിയാണല്ലോ നിസ്കാരത്തിൻ്റെ ശേഷം. കാരണം വലിയൊരു അമലാണല്ലോ നിസ്കാരം. അതിൻ്റെ ശേഷം ചെയ്യുന്ന അമലുകൾക്ക്, ദുആകൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ഒരാൾ ആയത്തുൽ കുർസി നിസ്കാരത്തിൻ്റെ ശേഷം അവൻ ഓതുകയാണെങ്കിൽ യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത, വളരെ ഗൗരവത്തോടുകൂടെ കേൾക്കേണ്ട ഒരു വിഷയമാണ്. മുത്തുനബി ആയത്തുൽ കുർസി ഓതിയാൽ അവനുള്ള പ്രതിഫലം മുത്തുനബി പറയാൻ പോവുകയാണ്. അവൻ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറയുന്നത് പോലെ മുത്തുനബി പറഞ്ഞ് വളരെ ഗൗരവത്തോടുകൂടെ പറയുന്നൊരു വാക്കാണ് ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന, അയാളുടെ സ്വർഗത്തിലേക്ക് കടക്കലിലേക്ക് ഒരു തടയുണ്ടാവില്ല, ഇല്ല അൻ യമൂത, അയാൾ മരണപ്പെടലല്ലാതെ. എന്താണ് അവിടെ മുത്തുനബിക്ക് ഇങ്ങനെ പറയാമായിരുന്നു, ഇതിൻ്റെ പ്രതിഫലമായി ഇദ്ദേഹം സ്വർഗത്തിലേക്ക് കിടക്കും. അല്ല, അതിലേറെ ഗൗരവത്തോടു കൂടെയാണ് മുത്തുനബി പറഞ്ഞത്. ഇങ്ങനെ ആയത്തുൽ കുർസി പതിവാക്കിയവനിക്ക് വലിയ ബഹുമാനത്തോടുകൂടെ, വലിയ ഗൗരവത്തോടുകൂടെ, അതിൻ്റെ ബഹുമാനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ അതിനെ ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിനിക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗമാണെന്ന് മുത്തുനബി പറയുന്നതിലേറെ ഗൗരവത്തോടുകൂടെ മുത്തുനബി പറഞ്ഞത്, അദ്ദേഹത്തിനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള തട അയാളൊന്നും മരണപ്പെട്ട് കിട്ടുക എന്ന് മാത്രമാണ്. മരണപ്പെട്ടാലോ അദ്ദേഹം സ്വർഗത്തിലേക്ക് തന്നെയാണ്. മുത്തുനബിയല്ലേ പറയുന്നത്, ആരോ പറഞ്ഞു തരുതല്ലോ. ഹദീസ് പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ച ഹദീസാണല്ലോ. മുത്തുനബി എന്തോ തോന്നിയത് പറയുന്നതല്ലല്ലോ. അതേ, അത്രമാത്രം ബഹുമാനമുണ്ട്, അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കാം, അപ്പോൾ ഈ ആയത്തുൽ കുർസി ഓതിയാൽ ഇത്ര വലിയൊരു ശ്രേഷ്ഠത, ഇത്ര വലിയൊരു സ്ഥാനം കിട്ടണമെങ്കിൽ അത്രമാത്രം ഗൗരവത്തോടുകൂടെ, അത്രമാത്രം ബഹുമാനത്തോടുകൂടെ, ആ നല്ല ഈമാനോടുകൂടെ, ആ നല്ല യഖീനോടുകൂടെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് സ്വർഗം കിട്ടും. ഇനി സ്വർഗത്തിലേക്ക് പോകാനുള്ള തട വേറൊന്നുമില്ല, അയാളൊന്ന് മരണപ്പെട്ട് കിട്ടുക മാത്രമാണെന്ന് പറയുമ്പോൾ എത്ര ഗൗരവത്തോടു കൂടെയാണ് ഈ വാക്കുകളൊക്കെ മുത്തുനബി പറഞ്ഞിട്ടുള്ളത്. ഗൗരവത്തോടു കൂടെ കാണുക. മുത്തുനബി പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണല്ലോ, അപ്പോഴല്ലേ നമ്മളൊരു മുഅ്മിനീങ്ങളാവുകയുള്ളൂ. മുത്തുനബി പറഞ്ഞതിൽ ഒരു കുറവുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നതിലാണ്, നമ്മുടെ ഈമാനിലാണ്, നമ്മുടെ യഖീനിലാണ് കുറവുള്ളത്. അത് ശരിപ്പെടുത്തിക്കൊണ്ട് നല്ല ഈമാനോടുകൂടെ ഈ ആയത്തുൽ കുർസി എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം പതിവാക്കുക. പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.